ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ US-ൻ്റെ വൈസ് പ്രസിഡൻറ്റും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ അത് ട്രേഡ് ടോക്സിനൊക്കെ, അതായത് ട്രേഡിൻ്റെ താരിഫ് കുറയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഡിഫൻസിൻ്റെ സ്റ്റോക്കുകളിലൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഇൻഡോ അമേരിക്കൻ ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്ന രീതിയിലേക്കാണ് മാർക്കറ്റ് ഒരു സ്ട്രീറ്റിൽ ഒരു ചെറിയൊരു ഇത് പരക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അത് പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് കയറി പോവാം. ഇപ്പോൾ താരിഫിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ ബാധിക്കും. താരിഫ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയും അമേരിക്ക ഒപ്പുവയ്ക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ ബാധിക്കും. അങ്ങനെ മാർക്കറ്റ് കയറി പോവാം. ഇല്ലെങ്കിൽ മാർക്കറ്റിന് അതിൻ്റെ രീതിയിൽ വരാം. പക്ഷേ ഒരു മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. എൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ അനലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനിയും ഒരു മൊമെൻറ്റം ഉണ്ടെന്നാണ് മാർക്കറ്റിൽ വെച്ച് നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്നലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ R1-ന് മുകളിൽ ബുള്ളിഷ് ഡിഫറൻസും കട്ട് ചെയ്ത് R1-ന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് R2-വും കടന്ന് നേരെ അങ്ങ് പോയി 55,400 വരെ ആശാൻ പോയായിരുന്നു. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് ഡിഫറൻസിൻ്റെ ബോളിന് ഓപ്പൺ ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും തന്ന ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റ്. ചുരുക്കി നിഫ്റ്റിയിൽ കിടിലൻ ട്രേഡ് നമ്മുടെ റൂമിലുള്ളവർക്കെല്ലാം കിട്ടി. നല്ല കിടിലൻ പ്രോഫിറ്റ് ആയിരുന്നു നിഫ്റ്റിയിലെ എല്ലാവരും പ്രോഫിറ്റ് എടുത്തത്. കൃത്യമായ രീതിയിൽ ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ മാർക്കറ്റിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ റൂമിലുള്ള എല്ലാവർക്കും നല്ല കിടിലൻ പ്രോഫിറ്റ് കിട്ടിയൊരു ദിവസമായിരുന്നു കടന്നു പോയത്. നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് പ്രൊഫൈൽ വരെയുള്ള ലെവൽ എന്തൊക്കെയായിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ പകരം ഡേ ടൈപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ആകാം. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റിയിൽ. POC വന്ന് 24,115 ഭാഗത്താണ് നിൽക്കുന്നത്. മാർക്കറ്റ് ആ ഭാഗത്തൊക്കെ തന്നെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ആ POC നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളിപ്പോൾ ഓർഡർ വലിയ നമുക്ക് POC മാർക്ക് ചെയ്തേക്കും 24,115 നിഫ്റ്റിയുടെ POC. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ POC എന്ന് ഞാൻ മാർക്ക് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക 24,115. അപ്പം ഞാൻ ആ POC ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ 24,115. അതിൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം വേറെ രീതിയിലൊരു ഇതില്ല. 24,115 ആണ് POC വരുന്നത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. നമുക്കിനി നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ്. എന്നെ സംബന്ധിച്ച് ഇനി ഫ്രഷ് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യം നിഫ്റ്റിയിൽ ഇനി ഒരു ബുള്ളിഷ് റെഫറൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 24,200 അല്ലെങ്കിൽ 24,209 ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഇനി ടച്ച് ഉണ്ട്. 24,215 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഇനി ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ 24,215 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ഫർദർ മൂവ്മെൻറ്റം തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കുറെ കൊടുക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 24,215 നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കേണ്ടത് 24,215 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അതെങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. 24,215 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് എൻ്റർ ആകുന്നത് ഈ പ്രൊഫൈലിൽ 18 ഡിസംബറിൻ്റെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് എൻ്റർ ആകും. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം പോകുന്നത് ആ ദിവസത്തെ വാല്യൂരിയായ 24,287 ഭാഗത്തേക്ക് പോകും. 24,287 ഭാഗത്തേക്ക് 24,287 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തു. 24,287 ആണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്ത വരാൻ പോകുന്ന സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊഫൈൽ നോക്കുമ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് 24,287. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്ന 24,385 ഭാഗത്തേക്ക് വരാൻ 24,385. അതായത് നിഫ്റ്റിയുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,381 ആണ് സെക്കൻഡ് ടാർഗറ്റ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താണ് മുകളിലോട്ട് പോകുമ്പോൾ R1 R2 എന്ന് പറയുമ്പോൾ ബുള്ളിഷ് റെഫറൻസ് 24,215. അതിന് മുകളിൽ 24,287 24,381 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് താഴേക്ക് നോക്കണം. നിഫ്റ്റിയെ സംബന്ധിച്ച് താഴോട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകാം. അത് നമ്മൾ ഈ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്നത്തെ പ്രൊഫൈലും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പം ഇന്നത്തെ POCയിൽ അല്ലെങ്കിൽ സിംഗിൾ പ്രിന്റ് കൃത്യമായിട്ടുണ്ട്. അത് 24,000
50 അല്ലെങ്കിൽ 24,000 താഴെ നമ്മൾ വീണ്ടും സെല്ലിലേക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24,000 ആണ്. അതിന് താഴെ ഞാൻ നിഫ്റ്റിയിൽ സെല്ലിൻ്റെ ഒരു എൻട്രിയിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് 24,000 24,000. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബെയറിഷ് സെറ്റപ്പിൻ്റെ ട്രേഡ് ആക്ടിവേറ്റ് ആകുകയും അത് നമുക്ക് താഴേക്കുള്ള ടാർഗറ്റായ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് 24,900 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,900 എന്ന ഭാഗത്തേക്ക് വരാം. അതാണ് ആ S1 എന്ന് പറയുമ്പം 23,900 അതാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഏതാണ് നമ്മളെ S1. അതിന് താഴെ അടുത്തത് വരുന്നത് POC എന്ന് പറയുമ്പോൾ POC ഞാൻ നേരത്തെ ബെയറിഷ് റെഫറൻസ് ഞാൻ ടൈപ്പ് ചെയ്തില്ലായിരുന്നു. ബെയറിഷ് റെഫറൻസ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ S1 എന്ന് പറഞ്ഞാൽ 24,900 24,900. അതിന് താഴെ 24,900 23,900 ഇപ്പോൾ മാറിപ്പോകണം 23,900. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് ആയ 23,846 എത്രയാണ് 23,846 ഭാഗത്തേക്കും വരാം. 23,846 ഭാഗത്തേക്കും വരാം. 23,846 ഭാഗത്തേക്കും വരാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള സെക്കൻഡ് ടാർഗറ്റ്. 23,846 ഇതാണ് സെക്കൻഡ് ടാർഗറ്റ്. അതും ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിനപ്പോൾ S1ഉം S2ഉം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. S1 എന്ന് പറയുന്നത് 23,900 S2 എന്ന് പറഞ്ഞാൽ 23,846 ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു ലെവൽ. അതിനപ്പുറത്തേക്കുള്ള മൊമെൻറ്റം വരാൻ പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ ഓളിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മിക്കവാറും ഒരു ബാലൻസിങ്ങിൻ്റെ ചാൻസ് ആയിരിക്കും മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് വ്യക്തമായ രീതിയിലേക്ക് അത് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ഇന്ന് പുതിയ ഹൈ അടിച്ചു. ഈ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ലെവൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ലെവൽ പറയണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ലെവൽസുകളെല്ലാം കട്ട് ചെയ്ത് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,305 നമ്മുടെ POC വരുന്നത്. 55,305 ആണ് POC. മാർക്കറ്റ് ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെ ആശയം ക്ലോസ് ചെയ്യുന്നത്. 55,305 ആണ് POC. ഞാൻ ആ POC മാർക്ക് ചെയ്ത് വെച്ചു 55,305. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പം 55,475 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. 55,475 മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. 55,475 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയിലെ ബുള്ളിഷ് റെഫറൻസ്. ഞാൻ ആ ബുള്ളിഷ് റെഫറൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പം ഫസ്റ്റ് നോക്കേണ്ടത് 55,305, അതിന് മുകളിൽ 55,405. ഇനി 55,475 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 55,681. 55,681 ആണ് R1 എന്ന് പറയുന്നത്. അത് നമ്മളെ ഒരു SD ബാൻഡ് വെച്ചുള്ള ലെവലാണ്. 55,681 R1 ആണ്. ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ R1 അതാണ്. അതിന് മുകളിൽ അടുത്തത് R2 എന്ന് പറയുന്നത് 55,951. 55,000 ഇന്നത്തെ സെയിം ലെവലാണ്. 55,951 ആണ് R2. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ സെക്കൻഡറി ലെവൽ. എത്രയാണ് 55,681. അതിന് മുകളിൽ 55,881. 55,891. ആ 889 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ മാറ്റി 890 ആക്കി. അപ്പോൾ ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള R1ഉം R2. ഇനി ഞാൻ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കാര്യം, ഇന്നത്തെ ഓപ്പൺ 54,900 താഴെ മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു സെല്ലിംഗ് 54,900 ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. 54,900 ആണ് ആ ബാങ്ക് നിഫ്റ്റിയുടെ ബെയർ. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ മാത്രമേ നിങ്ങൾക്ക് ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സെല്ലിംഗ് അല്ല, ഷോർട്ട് ടൈം അനാലിസിൻ്റെ ഒരു ലെവൽ എടുത്താൽ മതി. ഒരു ബെയറിഷ് റെഫർ എന്ന് പറയുമ്പോൾ 54,900. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. 54,900 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് റേറ്റ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 54,655 നമ്മളെ ഗ്യാപ്പിൻ്റെ ഭാഗത്തേക്ക് വരാം. 54,655 അതാണ് S1 എന്ന് പറയുന്നത്. 54,655 ആണ് S1. അത് ഞാനന്ന് മാർക്ക് ചെയ്ത് വെച്ചു. S1 മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ S2 എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ POC ആയ 54,000 എത്രയാണ്
അതിന് ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യുക. 54,433 വരാം S2 എന്ന് പറയുമ്പോൾ. S2 എന്ന് പറയുമ്പോൾ 54,433 കൂടെ വരാം കേട്ടോ. 54,000 S2 എന്ന് പറയുമ്പോൾ 54,433. അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റി ഒരു ലെവൽസ് വരുന്നത്. 53,400 താഴെ 54,655 54,433 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. സോ ഡെസ്റ്റിന സമ്മിറ്റിൻ്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്പീക്കേഴ്സ് എല്ലാം അനൗൺസ് ആയിട്ടുണ്ട്. നമ്മളെ സ്പീക്കർ ഷിജിമോൻ ആൻ്റണി ഉണ്ടാവും, നമ്മുടെ ട്രേഡ് ടാക്സിൻ്റെ സുനിൽ മത്തായി ഉണ്ടാവും, തേർഡ് ഗ്രേറ്റികൾ ടെക്കിൻ്റെ വിഷ്ണു ഗുപ്തൻ ഉണ്ടായിരിക്കും, ഞാനതിൽ കാണും. ഫോർത്ത് ആലീസ് ബ്ലൂവിൻ്റെ ഒരു അവരുടെ പ്ലാറ്റ്ഫോമിന് എൻ്റർപ്രൈസിനെ പറ്റിയുള്ള സെഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഗോ ചാർട്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു ടീം അവരുടെ സ്റ്റാർട്ടിങ് സോഫ്റ്റ്വെയർസ് എങ്ങനെയൊക്കെ എന്താണ് സെറ്റപ്പ് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുള്ള ആ ഒരു ക്ലാസ്സുകൾ. അങ്ങനെ 5 സെഷനായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം. സാറ്റർഡേയും ഫ്രൈഡേ ആയിട്ട് പറഞ്ഞാൽ സാറ്റർഡേ ആയിരിക്കും മെജോറിറ്റി പ്രോഗ്രാംസ് വരുന്നത്. ഫ്രൈഡേ എൻ്റെ സെഷൻ കം ട്രേഡിങ്ങും ബാക്കിയുള്ള ലൈവ് ട്രേഡിംഗ് സെറ്റപ്പ് എല്ലാം അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ നോക്കുക. സീറ്റ്സിന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം അത് ഫില്ല് ചെയ്ത് അതിനെ സ്ലോട്ടിനെ ബുക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.